ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മോഷണത്തിന് ശേഷം അതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ വാജിവാഹനം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ നിന്നും ഈ വാജിവാഹനം കണ്ടെടുത്തിരിക്കുകയാണ് SIT. തന്ത്രി നിരപരാധിയാണ്, അല്ലെങ്കിൽ തന്ത്രിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, തന്ത്രിക്ക് ഇതിനെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞ് തന്ത്രിക്ക് വേണ്ടി വാദിച്ചവരുടെ വായടപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഒരിക്കലുമല്ല. ഹർഷ ഇപ്പോൾ ഈ പറഞ്ഞ നരേറ്റീവാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാജിവാഹനം തന്ത്രിയുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന് തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നും തന്ത്രി പറഞ്ഞിട്ടുണ്ട്. വളരെ പരസ്യമായിട്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, അജിതറയിലടക്കമുള്ളവർ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരിക്കുമ്പോഴാണ് ശബരിമലയിലെ തങ്കധ്വജം പുനർനിർമ്മാണം നടത്തിയത്. കോൺക്രീറ്റിൽ പണി തീർത്ത് അതിൽ പഞ്ചലോഹത്തിൽ പണിത പറകളോടുകൂടിയ സ്വർണം പൂശിയ ധ്വജമായിരുന്നു ശബരിമലയിൽ ഉണ്ടായത്. കാലപ്പഴക്കത്തിൽ അതിൻ്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് ക്ഷയം സംഭവിച്ചേക്കാമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന തങ്കധ്വജം മാറ്റി പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീട് അത് തങ്കധ്വജമാകും. ഈ തങ്കധ്വജം പ്രതിഷ്ഠ നടത്തുന്നത് കോന്നിക്കാടുകളിൽ നിന്ന് കണ്ടെടുത്ത ലക്ഷണമൊത്ത തേക്കിൻ തടി നിലം തൊടാതെ മുറിച്ചെടുത്ത് 1 വർഷക്കാലത്തോളം പമ്പയിൽ എണ്ണത്തോണിയിൽ കിടത്തി ട്രീറ്റ് ചെയ്തതിനു ശേഷമാണ് ശബരിമലയിൽ സ്ഥാപിച്ച് അതിന്മേൽ സ്വർണ്ണപ്പറകളും ഈ പറയപ്പെടുന്ന പുതിയ വാജിവാഹനവും പുതിയ അഷ്ടദിക്പാലകരും അടങ്ങുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന അവിടുത്തെ ധ്വജപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ധ്വജപ്രതിഷ്ഠ നടത്തിയതും പഴയ ധ്വജം പൊളിച്ചതുമൊക്കെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു പക്ഷേ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ സുവർണ കാലഘട്ടമായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി എന്താണ് ഇതിലെ നിയമം എന്നുള്ളത് കൂടി ചിന്തിക്കണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ ശബരിമലയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചുകൊണ്ടുപോയ വാജിവാഹനമാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടത്. ഇതിനാകെയുള്ള സംശയം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന വാജിവാഹനം തന്നെയാണോ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്? അത് കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ അല്ല, താന്ത്രിക വിധി പ്രകാരം ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ അധിപൻ എന്ന് പറയുന്നത് ദേവന്റെ, അതായത് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ദേവനോ ദേവിയോ ആരു തന്നെയായാലും അവരുടെ പിതാവിന്റെ സ്ഥാനം ആ ക്ഷേത്രത്തിന്റെ തന്ത്രികൾ. അപ്പോൾ ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആചാരപരമായ ചടങ്ങുകളുടെ അവസാന വാക്കും തന്ത്രിയാണ്. ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠകളിന്മേൽ ഇപ്പോൾ വിഗ്രഹങ്ങളാകട്ടെ, ഇപ്പോൾ വാജിവാഹനം എന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ്. അതായത് ഒരു ധ്വജപ്രതിഷ്ഠ നടത്തുമ്പോൾ അവസാനമായി താന്ത്രിക വിധി പ്രകാരം ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠ ചെയ്യുന്ന ആ ഭഗവാന്റെ വാഹനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവുക. ശിവന്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ നന്ദികേശനെയാണ് പ്രതിഷ്ഠ ചെയ്യുക. അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പുലിയല്ല അയ്യപ്പന്റെ വാഹനം. അയ്യപ്പന്റെ വാഹനം ഇത് കുതിരയാണ്. അതുകൊണ്ടാണ് കുതിരയെ പ്രതിഷ്ഠ, അതാണ് വാജിവാഹനം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ശബരിമലയിൽ വാജിവാഹനമാണ്. ഇനി അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളിൽ എങ്ങനെയാണ് ഇത് തന്ത്രിക്ക് അവകാശപ്പെടുന്നത് എന്ന് കൃത്യമായി പറഞ്ഞുതരാം. താന്ത്രിക വിധി പ്രകാരം ആ നിയമങ്ങൾ അത് തികച്ചും വ്യത്യസ്തമായ നിയമമാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ ബിഷപ്പിനും അവിടുത്തെ പുരോഹിതന്മാർക്കും മാത്രം അവകാശപ്പെട്ടല്ലേ, അവരല്ലേ അവിടെ എന്തോ വേണ്ടത് തീരുമാനിക്കുക. അതിൽ എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്. അപ്പോൾ താന്ത്രിക വിധി പ്രകാരം ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ, ഈ വാജിവാഹനം കല്ലുകൊണ്ട് നിർമ്മിച്ചതായിരുന്നുവെങ്കിൽ ഇതിനെ പുഴയിൽ ഒഴുക്കണം, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കണം. ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുന്ന എന്തിനാണ്? വെള്ളം ഒഴുകി 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 ഇതിന്റെ ഷേപ്പ് നശിച്ച് അവസാനം ഇത് സാധാ കല്ലായി മാറും, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞ് പൊടിയായി തീരും. ഇതാണ് കൺസെപ്റ്റ്. ഇനി തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിഗ്രഹങ്ങൾ, ഏതെങ്കിലുമൊക്കെ തടി കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ തടി എന്ത് ചെയ്യണം? അഗ്നിക്ക് ഭക്ഷണമാക്കണം, അതായത് അഗ്നിക്കിരയാണ്, തീയിട്ട് ചുടണം. ശബരിമലയിലെ ഈ വാജിവാഹനം കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ കൊടിക്കൂറ കെട്ടുന്ന ദണ്ട് അത് തടിയിൽ നിർമ്മിച്ച് തങ്കം പൊതിച്ചതായിരുന്നു. അത് അഴിച്ചെടുത്ത് അത് അഗ്നിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ലോഹ നിർമ്മിതമാണെങ്കിൽ, ഇരുമ്പോ ചെമ്പോ സ്വർണമോ വെള്ളിയോ പഞ്ചലോഹമോ ഏതെങ്കിലും ലോഹ നിർമ്മിതമാണെങ്കിൽ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടു, അത് തന്ത്രിക്ക് കൈമാറണം എന്നതാണ് താന്ത്രിക വിധി പ്രകാരമുള്ള നിയമം. തന്ത്രിക്ക് വേണമെങ്കിൽ അത് ഉരുക്കി ക്ഷേത്രത്തിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകാം, തിരികെ നൽകാം. ഇവിടെ തന്ത്രിക്ക് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, തന്ത്രി നൽകിയില്ല. കാരണം അദ്ദേഹം തന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ പ്രസാദമായി ലഭിക്കുന്ന ഈ വാജിവാഹനം അദ്ദേഹം പൂജാമുറിയിൽ സൂക്ഷിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതല്ല, ഇനി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വാജിവാഹനം അല്ല, അത് മറ്റൊരു വാജിവാഹനം അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കോടതിയിൽ തെളിയിച്ചാൽ തന്ത്രിയെ നമുക്ക് ആ വിഷയത്തിൽ കള്ളമെന്ന് വിളിക്കാം. ശബരിമല സ്വർണ്ണ വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെളിവുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ വാജിവാഹനം ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ,
ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതെ. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടത്തിൽ അവിടെ എന്തെങ്കിലും ഒന്ന് നടന്നു എന്ന് വരുത്തി തീർക്കേണ്ടിയിരിക്കുന്നു. അപ്പോ വാജിവാഹനം കണ്ടെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാജിവാഹനം എന്നാണ് കൊടുത്തത്? കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ്. ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. അപ്പോ വാജിവാഹന കൊള്ള നടത്തിയത് കോൺഗ്രസ് ആണ് എന്നൊരു നരേറ്റീവ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും, അതുകൊണ്ടാണ് ഹർഷ ചോദിച്ചപ്പോഴും ആ നരേറ്റീവിൽ ഹർഷ ആരംഭിച്ചതെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നു. അല്ല, ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെ ഇപ്പം അതിന് പിന്നാലെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പോയി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനെയും വേണ്ടി ഇപ്പോൾ തന്ത്രിയുടെ പേരും കൂടി എഴുതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഞാനിപ്പോ പക്ഷെ തന്ത്രിയെ ന്യായീകരിക്കുന്നവർ പറയുന്നത് തന്ത്രിക്ക് അതിലൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ഇതൊന്നും തന്ത്രി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഞാൻ പറയട്ടെ, ആ ക്ഷേത്രത്തിൽ നിന്ന് 10 കണക്കിന് നെയ് പോയി എന്ന് പറയും. തന്ത്രിക്ക് പോയി നെയ്ക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഇല്ല. അത് ശബരിമല മഹാക്ഷേത്രത്തിൽ ഇല്ല. ഇപ്പൊ നമ്മൾ ആലുവ ശിവക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ മേൽശാന്തിയെയോ അവിടുത്തെ തന്ത്രി കുറ്റം പറയേണ്ടി വരും. തന്ത്രി എന്നും ക്ഷേത്രത്തിലുള്ള ആളല്ല, മനസ്സിലാക്കണം. പ്രത്യേക പൂജകൾക്ക് മാത്രമാണ് തന്ത്രി ക്ഷേത്രത്തിലേക്ക്. അതിനാണ് അവിടെ മേൽശാന്തി ഉള്ളത്. ഒരു വർഷക്കാലത്തേക്കാണ് മേൽശാന്തിയെ നിയമിക്കുന്നത്. മനസ്സിലാക്കേണ്ടതാണ്. ആചാരപരമായി ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പോലും തന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കപ്പെടുന്നത്? ഉണ്ണിപ്പോറ്റിയെ അവിടത്തേക്ക് റെക്കമെൻഡ് ചെയ്തത് തന്ത്രിയാണ്. അതെ, ഉണ്ണിപ്പോറ്റിയും ഇദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടും. അതിനും അപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന ധ്വജപ്രതിഷ്ഠയാകട്ടെ, കട്ടളപ്പാളികളുടെ മാറ്റി സ്ഥാപിക്കലാകട്ടെ, ഇതെല്ലാം തന്ത്രി പറയണം. നോക്കൂ, ഇന്ന കാരണങ്ങളുണ്ട്, അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു, അത് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. തന്ത്രി ഇത് പറഞ്ഞാൽ, ദേവസ്വം ബോർഡിനോട് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് അത് പരിശോധിക്കുകയും അത് എഞ്ചിനീയറിംഗ് വിങ് കൺഫേം ചെയ്യുകയും ചെയ്യും. മരാമത്ത് വകുപ്പ് കൺഫേം ചെയ്യുകയും പിന്നീട് ഇത് എസ്റ്റിമേറ്റ് എടുത്ത് സ്പോൺസർ വരികയാണെങ്കിലും എസ്റ്റിമേറ്റ് എടുത്ത് പ്ലാൻ ഉണ്ടാക്കി കൃത്യമായി സമർപ്പിക്കപ്പെടുകയും, ഇത് കരാറാണെങ്കിൽ അത് കോൺട്രാക്ട് കൊടുക്കും. ഒന്നുകിൽ കോൺട്രാക്ട് എടുക്കും, അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ അവർക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ദേവനോട് അനുവാദം ചോദിക്കണം. ഈ ക്ഷേത്രങ്ങളുടെ പ്രശ്നം ഇതാ, ഇയാള് മുഖ്യമന്ത്രിയുടെയോ ദേവസ്വം മന്ത്രിയുടെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയോ മരാമത്ത് വകുപ്പിന്റെയോ അനുവാദം അല്ല തന്ത്രി ചോദിക്കേണ്ടത്. അത് ചോദിക്കാനാണ് അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസറും ശബരിമല സ്പെഷ്യൽ ഓഫീസറും അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്. തന്ത്രിയുടെ പണി എന്താ? ദേവന്റെ മുന്നിലുള്ള ഈ സാധനം മാറ്റി സ്ഥാപിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേപ്പർ വർക്കുകൾ മൂവ് ആയി കഴിഞ്ഞാൽ ദേവനോട് അനുവാദം ചോദിക്കും. ആ ചടങ്ങിന്റെ പേരാണ് അനുജ്ഞ. ദേവനിൽ നിന്ന് അനുജ്ഞമാകും. അത് കഴിഞ്ഞ് അനുജ്ഞ കരശം വെക്കും. ദേവന്റെ അനുവാദം വേണം. ദേവന്റെ അനുവാദം വാങ്ങിയതിനു ശേഷമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽ തന്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ മേൽശാന്തി പറഞ്ഞിട്ടായിരിക്കാം, തന്ത്രി പറഞ്ഞിട്ടുണ്ടാവും ഇത് മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ ഉണ്ണിപ്പോറ്റി സ്പോൺസറായി വരുന്നു. ഉണ്ണിപ്പോറ്റിയും ഇയാളുമായി മുൻകൂർ ബന്ധമുണ്ട്, സംശയിക്കാനുള്ള വകുപ്പുകൾ അവിടെ വരികയാണ്. ഇതാണ് ശബരിമലയിൽ സംഭവിക്കുന്നത്. അപ്പോൾ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഒരു തെറ്റ് പറയാൻ കഴിയില്ല. അത് നിയമപരമായ ഒന്നല്ല. ഇപ്പോ തന്ത്രി അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്ന് കോടതിയിൽ പറയുന്നു എന്ന് പറയുന്നു. കോടതി ഭഗവാനോട് പോയി ചോദിക്കാൻ പറ്റുമോ അനുജ്ഞ വാങ്ങിയായിരുന്നോ? ഇല്ല. അയ്യപ്പ, തന്ത്രി അനുജ്ഞ വാങ്ങിയിട്ടാണോ ഇത് എടുത്തത്? തന്ത്രി പറയാണ് ഞാൻ അനുജ്ഞ നടത്തി, അനുജ്ഞ ചോദിച്ചു, അനുജ്ഞ കിട്ടി. അത് താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങളാണ്. ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഓട്ടുപാത്രങ്ങൾ കാണാതെ പോയി. തന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണോ? തന്ത്രിയാണോ രാവിലെ ഓട്ടുപാത്രത്തിൽ പായസം ഉണ്ടാക്കുന്നത്? അല്ല. അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടോ? അതിനെ പറ്റിയ ആളുകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി അത് അവിടെ പൂജ ചെയ്യാൻ വന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയാൻ മേൽശാന്തിയും തന്ത്രിയും. കാരണം ഇവരുടെ കെയർ ഓഫിലാണ് അവരോട് വരുന്നത്. മേൽശാന്തി മാത്രമാണ് ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്നത്. മേൽശാന്തിയുടെ ശിഷ്യരായി വരുന്നവരെയൊക്കെ മേൽശാന്തി കൊണ്ടുവരുന്നതല്ലേ. ഒരു തന്ത്രിയെ വെക്കണമെങ്കിൽ 30-35 പേരുടെ ലിസ്റ്റാണ് ഒരു തന്ത്രി ഇന്റർവ്യൂ എടുത്തിട്ടാണ് മേൽശാന്തിമാരുടെ ലിസ്റ്റ് കൊടുക്കുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ഞറക്കെട്ട് എടുത്തിട്ടാണ് വർഷം മേൽശാന്തി അവിടെ വെക്കുന്നത്. അപ്പോഴും തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ വെച്ച ആളല്ലേ, നിങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ലേ, ഞങ്ങളുടെ പൂജകൾ കൃത്യമാണോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. അപ്പൊ അനാവശ്യമായി ഇത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു ചീപ്പ് ക്യാമ്പയിനിങ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്.